Hello viewers, welcome back to our channel Minerville Malayalam. ഇന്നത്തെ വീഡിയോ ഞാൻ പുതിയൊരു ഐറ്റം പരിചയപ്പെടുത്തുന്നതല്ല, നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ അപ്ഡേഷൻ മാത്രമാണിത്. ഞാനൊരു മാസം മുന്നേ ഒരു മിനിമൈസർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി മിനിമൈസറിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. അതിന് ധാരാളം എൻക്വയറീസും വന്നു. അപ്പോൾ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി. പക്ഷേ നമ്മളുടെ ഷോപ്പിൽ ഇതേ ഐറ്റം നേരത്തെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി അന്വേഷിച്ചു വന്നു. അപ്പം ഡയറക്റ്റ്, അതായത് നേരിട്ട് കണ്ടവരാണെങ്കിൽ മിനിമം 2 പീസെങ്കിലും വെച്ചിട്ടെടുപ്പം. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അവരുടെ ഒന്നും നമ്പേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. പല ഐറ്റത്തിന് വിളിക്കുമല്ലോ. അപ്പോൾ ഇതിൽ മിനിമൈസർ ചോദിച്ച ഏതാണ് അങ്ങനെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാഞ്ഞുകൊണ്ട് എനിക്ക് അവരെല്ലാം തിരിച്ച് വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ ഈ മിനിമൈസർ പാറ്റേൺ സി കപ്പിലും ഡി കപ്പിലുള്ള 345, 355 പ്രൈസിലുള്ള ഈ മിനിമൈസർ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ സൈസിലും ഇത്രയും കളേഴ്സ് വെച്ചിട്ട് അവൈലബിൾ ആണ്. വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ. ഈ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന പോർഷൻ കഴിയുമ്പോഴത്തേക്കും പഴയ വീഡിയോയുടെ പോർഷൻ ഇടുന്നുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അതായത് മിനിമൈസർ ബ്രായ്ക്ക് നമുക്ക് ധാരാളം എൻക്വയറി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ബ്രാൻഡുകളുടെ മിനിമൈസർ ബ്രായുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 500 എബോവാണ്. അതിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എടുത്ത് വരുമ്പോഴത്തേക്ക് 600-ൽ കൂടുതലാണ് മിക്കതിനും വരുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരുത്താതെ എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള മിനിമൈസർ ബ്രായാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു പാറ്റേണിൻ്റെ കപ്പ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സിയും ഡിയും ആണ്. സിയുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 345, ഡിക്ക് വെറും 355 വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. മിനിമൈസർ ബ്ര എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് റെഗുലർ കപ്പ് സൈസിനേക്കാൾ കൂടുതൽ കപ്പ് സൈസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ബ്രസ്റ്റ് സൈസ് ഒരു സൈസെങ്കിലും കുറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമൈസർ ബ്ര യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 36D കപ്പ് ഇടുന്ന ഒരാൾ അതേ സൈസിലുള്ള ഒരു മിനിമൈസർ ബ്ര ഇടുവാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിൻ്റെ പുറമേ ഉള്ള കാഴ്ചയിലുള്ള ലുക്ക് 36C ആയിട്ട് തോന്നത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മിനിമൈസർ ബ്ര ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അത് മുകളിലേക്ക് ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റും കൂടെ സൈഡിലേക്ക് കംപ്രഷൻ എഫക്റ്റും ആയിട്ട് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം മിനിമൈസർ ബ്ര ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മളുടെ ബ്രസ്റ്റ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് സൈഡിലേക്ക് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ടുള്ള ഒരു പ്രൊജക്ഷൻ കുറയും. അങ്ങനെയാണ് നമ്മൾ 36D കപ്പ് ഇടുന്ന ഒരാൾ, ഡി കപ്പിന് മിനിമൈസർ ഇടുന്ന ആൾക്ക് 36C കപ്പായിട്ട് കാഴ്ചയിൽ മാത്രമാണ് തോന്നുന്നത്. അല്ലാതെ ബ്രസ്റ്റിൻ്റെ സൈസ് കുറയത്തില്ല മിനിമൈസർ ബ്ര യൂസ് ചെയ്യുമ്പോൾ. മിനിമൈസർ ബ്ര എന്താണ്, അല്ലെങ്കിൽ മിനിമൈസർ ബ്രയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മിനിമൈസർ ബ്ര എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മിനിമൈസർ ബ്ര ഫുൾ കവർ ആണോ, ഫുൾ കവർ ബ്രയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ മിനിമൈസർ ബ്രയും ഫുൾ കവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിനെ പറ്റി കൂടുതലായിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ മിനിമൈസർ ബ്രയ്ക്ക് ആ ഒരു മിനിമൈസിങ് എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ മാത്രം പോരാ, അതിൻ്റെ ഫാബ്രിക്കിനും പ്രത്യേകതയുണ്ട്. ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും അധികം സ്ട്രെച്ചബിൾ അല്ലാത്ത ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കണം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പേസർ ഫാബ്രിക്കാണ്. ഇതുണ്ടോ, അധികം സ്ട്രെച്ചബിളേ അല്ല. ഈ ഒരു സ്പേസർ ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കോട്ടണിലുള്ള ബനിയൻ മെറ്റീരിയലാണ്. ഇതിൻ്റെ അതായത് ഇപ്പോൾ 2-1 അതിലധികം ലെയർ തമ്മിൽ ഗ്യാപ്പ്, അതായത് സ്പേസ് ഇട്ട് ഫ്യൂസ് ചെയ്ത് നിർമ്മിച്ചേക്കുന്നതെന്നാണ് ഈ സ്പേസർ ഫാബ്രിക് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത്. അല്ലാതെ വേറെ ടൈപ്പ് മെറ്റീരിയൽ അങ്ങനെയൊന്നുമല്ല, കോട്ടണിൻ്റെ ബനിയൻ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഒരു താഴെയുള്ള ഈ ഒരു കട്ടിങ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലിഫ്റ്റിംഗ് എഫക്റ്റ് വരുന്ന ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു കട്ടിങ് വഴി നമ്മൾ ഈ ബ്രസ്റ്റിൽ ഈ ബ്രാ ധരിച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഫാബ്രിക് സ്ട്രോങ് ആണ്, സ്ട്രെച്ചബിൾ അല്ല. പിന്നെ ഈ ഒരു ലിഫ്റ്റിംഗ് ഡിസൈനും കൂടെ വരുമ്പോഴത്തേക്കും ബ്രസ്റ്റ് മുകളിലേക്ക് ലിഫ്റ്റ് ആകും, അതായത് ഈ വിങ്സ് പോർഷൻ സൈഡിലേക്ക് കൂടെ കംപ്രസ് ആകും. അങ്ങനെ മുന്നോട്ടുള്ള ഒരു പ്രൊജക്ഷൻ കുറഞ്ഞിട്ട് ഒരു കപ്പ് സൈസ് നമുക്ക് കുറഞ്ഞ് തോന്നിക്കും. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡൗട്ടുണ്ട്, ഇതൊക്കെ ബൾജിങ് വരുമോന്ന്. അപ്പോൾ മിനിമൈസർ ബ്രാ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ കവർ ബ്രാ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൈഡിലോ മുകളിലോ ഒരു ബൾജിങ് വരത്തില്ല. ഈ മാനിക്യൂറിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു സി കപ്പിൻ്റെ മിനിമൈസർ ബ്രാ ആണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഫ്രണ്ടിലും ഈ വിങ്സിൻ്റെ പോർഷനിലും എല്ലാം നല്ല കവറേജ് ഉണ്ട്. ഇത് താഴെയുള്ള പാൻറ്റിനും നല്ല വീതിയുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രാപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇവിടം വരെ വരുന്നത്, അതായത് വീതിയിൽ തന്നെ ഇവിടെ വരുന്നുണ്ട്. ബാക്കിലോട്ടുള്ള സ്ട്രാപ്പാണെങ്കിലും അത്യാവശ്യം വീതിയുള്ള സ്ട്രാപ്പാണ്. അതായത് വലിയ കപ്പ് സൈസുകാർ വീതിയുള്ള സ്ട്രാപ്പാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ. പിന്നെ ബാക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ യു കട്ടിംഗ് ആണ്, 3 ഹുക്കുണ്ട്. ഇതിൻ്റെ കളേഴ്സ് വരുമ്പോഴത്തേക്കും അസോർട്ടഡ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ അസോർട്ടഡ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സൈസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ 34 മുതൽ 44 വരെ സി കപ്പിലും ഡി കപ്പിലും അവൈലബിൾ ആണ്. സിയിൽ പ്രൈസ് വരുമ്പോൾ 345, ഡിയിൽ പ്രൈസ് വരുമ്പോൾ 355 ആണ്. മൈ ഇന്നർവെൽ തിരുവല്ല ഷോപ്പിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ടൗണിലെ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന് പറഞ്ഞുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഇത് കല്യാൺ സിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ബാറ്റ, ചിക്കിങ്, മോറ്, ബേബി കെയർ എന്നിവയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് നമ്മളുടെ മൈ ഇന്നർവെൽഡ് ഷോപ്പ്. അതായത് ചിക്കിങ്ങിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പാണിത്. ഇപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശത്താണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ UPI പേയ്മെൻറ്റ്സും, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്നിവയെല്ലാം അവൈലബിൾ ആണ്. നിലവിൽ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല.